നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിന്റെ അന്ത്യം തുടങ്ങി. ഗാസയുടെ 77% ഇസ്രയേൽ പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഹമാസ് എന്ന പലസ്തീൻ ഭീകര പ്രസ്ഥാനത്തെ ഇസ്രയേൽ ഏറെക്കുറെ ഇല്ലാതാക്കുകയാണ്. ഗാസയുടെ 77% ഭൂപ്രദേശങ്ങളും പിടിച്ചെടുത്ത ഇസ്രയേലിനു മുന്നിൽ ഹമാസ് ഗതികെട്ട് കേഴുന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുന്നു. എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കാനും പലസ്തീനികളെ ജീവിക്കാൻ അനുവദിക്കണമെന്നുമാണ് ഹമാസിന്റെ വിനീതമായ അഭ്യർത്ഥന. ഇസ്രയേലുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ ഗാസയിൽ ഹമാസ് കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. 2 വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഹമാസിന്റെ മുൻനിര നേതാക്കളെ ഏറെപ്പേരെയും ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞു. ഇതോടകം ഹമാസിന്റെ 50 നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഹമാസും അംഗീകരിച്ചിട്ടുണ്ട്. ഹമാസിന്റെ ആയുധശേഷിയും പണശേഷിയും പൂർണ്ണമായി തരിപ്പണമായതോടെ യുദ്ധം തുടരുന്നത് അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെയും ബാധിച്ചു കഴിഞ്ഞു. ഇസ്രയേലുമായി യുദ്ധം ചെയ്യുന്ന അംഗങ്ങൾക്കുള്ള വേതനം പോലും ഹമാസിന് ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. 4 മാസത്തേക്ക് 900 ഷെക്കൽ, അതായത് $240 മാത്രമാണ് ശമ്പളമായി നൽകാൻ ഹമാസിന് സാധിച്ചിട്ടുള്ളൂ. ഇത് ഹമാസ് പ്രവർത്തകർക്കിടയിൽ രോഷത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ കനത്ത ആക്രമണത്തിൽ മുൻനിര നേതൃത്വത്തെ നഷ്ടമാകുന്നതിനിടയിലാണ് ഹമാസിനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വല്ലാതെ വലയ്ക്കുന്നത്. പട്ടിണി കൊടികുത്തി വാഴുന്ന ഗാസയിൽ നിന്ന് ഇതിനോടകം 6 ലക്ഷം പേർ പലായനം ചെയ്തു കഴിഞ്ഞു. ഹമാസിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ നേരിട്ടിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ അവർ നേരിടുന്നത്. ഹമാസിനുള്ളിൽ തന്നെ പോരും ഭിന്നതയും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. യുദ്ധത്തിലെ ഏകോപനത്തെയും നേതാക്കളുടെ മരണം ബാധിച്ചതായി ഹമാസ് നേതാക്കൾ പറയുന്നു. ഇതേസമയം അന്താരാഷ്ട്ര വിമർശനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ ഗാസയിലെ ആക്രമണങ്ങൾ ഇസ്രയേൽ ശക്തമാക്കുക തന്നെയാണ്. ശനിയാഴ്ച ഖാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 9 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായവുമായി എത്തുന്ന ട്രക്കുകൾക്ക് കടുത്ത നിയന്ത്രണമാണ് ഇസ്രയേൽ ഏൽപ്പിച്ചിട്ടുള്ളത്. ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കാനായി ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേലും അമേരിക്കയും തള്ളിയതോടെ പ്രശ്നം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടന്ന യോഗത്തിൽ ഹമാസും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധിയും കരട് കരാറിൽ യോജിച്ചതായാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നത്. 60 ദിവസത്തെ വെടിനിർത്തലും 2 ഘട്ടങ്ങളായി 10 ബന്ദികളെ മോചിപ്പിക്കലും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഗാസയിൽ വംശഹത്യ 600 ദിവസം പിന്നിടുമ്പോഴും ഇസ്രയേൽ സൈന്യം ശക്തമായ ബോംബാക്രമണം തുടരുകയാണ്. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 54,000 കവിഞ്ഞിരിക്കുന്നു. 1.25 ലക്ഷം പേർക്ക് പരിക്കേറ്റു. ഇസ്രയേൽ ഉപരോധത്തിൽ ഇന്നലെ നേരിയ ഇളവ് നൽകിയതോടെ ഗാസയിലെത്തിയ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ കേന്ദ്രത്തിൽ ആയിരങ്ങൾ തടിച്ചുകൂടിയപ്പോൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സുരക്ഷാ കരാറുകാർക്ക് വെടിയുതിർക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ആശുപത്രികളിൽ മെഡിക്കൽ സാമഗ്രികൾ തീർന്നതിനാൽ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. യുദ്ധത്തിൽ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് അഭയം നൽകിയിരുന്ന ഗാസയിലെ ദരാജിലുള്ള സ്കൂളിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ മാത്രം 36 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. എന്നാൽ ഭീകരരെ ലക്ഷ്യമിട്ടിട്ടാണ് സ്കൂൾ ആക്രമിച്ചതെന്നും ഇവിടെ ഹമാസ് കൺട്രോൾ സെന്റർ പ്രവർത്തിക്കുന്നതായും ഇസ്രയേൽ സേന അവകാശപ്പെടുന്നു. കനത്ത ആക്രമണത്തിന് പിന്നാലെ ഗാസയുടെ 77%ന്റെയും നിയന്ത്രണം ഇസ്രയേൽ സൈന്യം ഏറ്റെടുത്തതായാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഹമാസുമായുള്ള വെടിനിർത്തൽ അവസാനിപ്പിച്ചതിനു ശേഷം മാർച്ച് മുതലാണ് ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചത്. ഗാസയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ നിരായുധീകരിക്കപ്പെടുകയോ ചെയ്യുന്നതുവരെയും ശേഷിക്കുന്ന 58 ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെയും യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേലിന്റെ അന്ത്യശാസനം. ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയാവുന്ന കരാറല്ല ഹമാസ് മുന്നോട്ട് വെച്ചതെന്നും വെടിനിർത്തലിന് സമ്മതമല്ല എന്നും ഇസ്രയേൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ കൈവശമുള്ള ബന്ദികളിൽ 10 പേരെ 2 ഘട്ടമായി മോചിപ്പിക്കാമെന്നായിരുന്നു ഹമാസിന്റെ വാഗ്ദാനം. വെടിനിർത്തലിന് പുറമെ ഗാസയിൽ നിന്ന് ഇസ്രയേൽ ഭാഗികമായി പിന്മാറണമെന്നും ഇസ്രയേൽ വിട്ടയക്കേണ്ട തടവുകാരുടെ പട്ടികയും ഒപ്പമുണ്ടായിരുന്നു. ഇതേസമയം ബന്ദികളുടെ മോചനം വൈകില്ല എന്നും ഹമാസിന്റെ കാര്യത്തിലും ബന്ദികളുടെ കാര്യത്തിലുമുള്ള തീരുമാനം ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൈവശമുള്ള എല്ലാ ബന്ദികളെയും വിട്ടയക്കാമെന്നും പകരമായി ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണമെന്നുമായിരുന്നു ഹമാസിന്റെ ആദ്യ ആവശ്യം. ഇത് തള്ളിയ നെതന്യാഹു താൽക്കാലികമായ വെടിനിർത്തലിനെ താൽപ്പര്യമുള്ളൂ എന്നും ബന്ദികളെ വിട്ടയക്കണമെന്നും നിലപാടെടുക്കുകയായിരുന്നു. ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്ത ശേഷമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂവെന്നും പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.